നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 181, ചാപ്റ്റർ നമ്പർ 45. നമ്മൾ എങ്ങനെയാണ് കാലിന്റെ കെണിയിൽ അകപ്പെട്ടത്? ഇതിലെ സൃഷ്ടിരചന എന്ന അധ്യായത്തിൽ ഇതിന്റെ ഉത്തരം വായിക്കുക. പേജ് 270 ഈ പുസ്തകത്തിൽ തന്നെ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 181, ചാപ്റ്റർ നമ്പർ 46, പരമോന്നത ദൈവമായ കബീറിന്റെ കാലനുമായുള്ള സംഭാഷണം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് കാലബ്രഹ്മിന്റെ ലോകത്താണ്. ശരീരത്തിന്റെ പല പാളികളാൽ കൂട്ടിച്ചേർത്ത് കാലൻ ജീവജാലങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണം, ഭൗതിക ശരീരം മുതലായവ ആത്മാവിന്റെ മുകളിൽ. അവൻ ജീവജാലങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ആത്മാവിന്റെ പിതാവായ സമ്പൂർണ്ണ ദൈവത്തെ അവൻ അവരിൽ നിന്ന് മറച്ചുവെക്കുന്നു. താൻ ദൈവമാണെന്ന് അവൻ തെറ്റിദ്ധരിപ്പിക്കുന്നു. ദൈവത്തിന്റെ ഭാഗമായ ആത്മാവിനെ അവൻ പീഡിപ്പിക്കുന്നു. അങ്ങനെ ദൈവം വിഷമിക്കുന്നു. ഓരോ ആത്മാവിലും അവൻ മനുഷ്യന്റെ രൂപത്തിൽ നിൽക്കുന്നു. അവൻ ഒരാളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നു. ശിക്ഷ ആത്മാവ് വഹിക്കുന്നു. ഉദാഹരണത്തിന്, ഒരാളെ മദ്യം മുതലായ ലഹരികൾക്ക് അടിമയാക്കുക, ഒരാളെ ബലാത്സംഗം ചെയ്യുക, മറ്റു പാപങ്ങൾ ചെയ്യുക. മനസ്സിന്റെ പ്രേരണയാൽ ഒരു വ്യക്തിയെ ഈ തെറ്റുകളെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ രചയിതാവിൽ നിന്ന്, അതായത് സന്ത് രാംപാലിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുമ്പോൾ അത് നീങ്ങും. കാരണം ദൈവത്തിന്റെ ശക്തി ആത്മാവിൽ നിലനിൽക്കാൻ തുടങ്ങും. തത്വജ്ഞാനം നേടുന്നതിലൂടെ ആത്മാവ് വിവേകിയാകുന്നു. ദൈവത്തിന്റെ ശക്തിയാൽ ആത്മാവ് ശക്തമാകുന്നു. കാലബ്രഹ്മത്തിന് കബീർ പരമാത്മാവിനെ മാത്രമേ പേടിയുള്ളൂ. संत गरीबदास जी प्रस्ताविച്ചു. काल डरे करतार से जय 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 जगदीश, जौरा जोड़ी झाड़ता पग रज डारे शीश. गरीब काल जो पीसे पीसना, जौरा है पनिहार. ये दो असल मजदूर है सतगुरु कबीर के दरबार. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 182. അർത്ഥം വ്യക്തമാണ്. ദൈവം കബീർജി കാലന്റെ വലയിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. കാലബ്രം നമ്മെ കുടുക്കാൻ ശ്രമിക്കുന്നു. മുന്നോട്ടുള്ള വിവരണത്തിൽ അത് വ്യക്തമായി കാണാം. പരമാത്മാവ് എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച് അവന്റെ ലോകത്തിൽ സ്ഥലത്ത് വിശ്രമിച്ചപ്പോൾ കാലന്റെ ബ്രഹ്മാണ്ടത്തിൽ വസിക്കുന്ന നാം എല്ലാവരും ചെയ്ത കർമ്മങ്ങളുടെ ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങി. വളരെ വിഷമത്തോടെ കരയാൻ തുടങ്ങി. നമ്മൾ സന്തോഷവും സമാധാനവും തേടി അലയാൻ തുടങ്ങി. നമ്മളുടെ വീടായ സത്ലോക് കാണാതെ അവിടെ തിരിച്ചു പോകാനുള്ള ഭക്തി ആരംഭിച്ചു. ആരോ എല്ലാ വേദങ്ങളും ഹൃദ്യസ്ഥമാക്കി. ഒരാൾ കഠിനമായ തപ്പ്, അതായത് തപസ് അഭ്യസിക്കാൻ തുടങ്ങി. ഹവൻ യാഗം, യാഗച്ചടങ്ങുകൾ, ധ്യാനം, സമാധി, ധ്യാനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ തുടങ്ങി. എന്നാൽ നമ്മുടെ യഥാർത്ഥ ഭവനമായ സത്ലോകിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നല്ലതും സമൃദ്ധവുമായ ജീവിതം നേടിയ ശേഷം അടുത്ത ജന്മങ്ങളിൽ രാജാവ്, മഹാരാജാവ്, ഒരു വലിയ വ്യവസായി, ഉദ്യോഗസ്ഥൻ, ദൈവം, മഹാദേവൻ, സ്വർഗം, മഹാസ്വർഗം മുതലായവ, അതായത് അടുത്ത ജന്മങ്ങളിൽ നമ്മൾ വിവിധ ജീവജാലങ്ങളുടെ 84 ലക്ഷം ജന്മങ്ങളുടെ ചക്രത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. നമ്മൾ വളരെ വിഷമത്തോടെ ഇരിക്കാൻ തുടങ്ങി. പരമപിതാവായ ദൈവത്തോട് അഭ്യർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി കാണിക്കൂ. നിങ്ങളുടെ ഭക്തി ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഹാജരാകാത്തത്? ഈ വിവരണം ധർമ്മദാസ് ജിയോട് വിവരിച്ചുകൊണ്ട് ദൈവം കബീർ പറഞ്ഞു, ധർമ്മദാസ്, ഈ ജീവജാലങ്ങളുടെ വിളിക്കേട്ട് ഞാൻ ജോഗ്ജിത്തിന്റെ രൂപം സ്വീകരിച്ച് എന്റെ സത്ലോകിൽ നിന്ന് കാൽ ലോകത്തേക്ക് വന്നു. അക്കാലത്ത് കാലന് സ്വന്തമായി വീടുള്ള 21ാം ബ്രഹ്മാണ്ടത്തിൽ തപ്തശിലയിൽ ചൂടുള്ള പാറയിൽ ജീവജാലങ്ങളെ ചുട്ടുപഴുത്തുകയും അവരുടെ ശരീരത്തിലെ അഴുക്ക് പുറത്തെടുക്കുകയും ചെയ്തു. എന്റെ വരവോടെ ജീവജാലങ്ങളുടെ ജ്വലനം അവസാനിച്ചു. എന്നെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, പുരുഷ, ദൈവമേ, നീ ആരാണ്? നിങ്ങളുടെ ഒരു ദർശനത്തിലൂടെ ഞങ്ങൾക്ക് വളരെ ആശ്വാസവും സമാധാനവും തോന്നുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പരം അക്ഷർ ബ്രഹ്മ പരമാത്മാവ് കബീറാണ്. നിങ്ങൾ എല്ലാ ജീവജാലങ്ങളും എന്റെ ലോകത്തിൽ നിന്ന് വന്ന് കാലബ്രഹ്മന്റെ ലോകത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. ഈ കാലൻ ദിവസവും
100,000 മനുഷ്യരുടെ അഭൗതിക ശരീരത്തിലെ അഴുക്കെടുത്ത് ഭക്ഷിക്കുന്നു. പിന്നീട് അവരെ വിവിധ ജന്മങ്ങളിലെ ശിക്ഷ അനുഭവിക്കാൻ വിടുന്നു. അപ്പോൾ ആ ആത്മാക്കൾ പറഞ്ഞു, ദയയുള്ള പരമേശ്വര, ഈ കാലന്റെ ജയിലിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ. ഞാൻ അവരോട് പറഞ്ഞു, കാലൻ 3 പ്രാവശ്യം ഭക്തി ചെയ്ത് ഈ ബ്രഹ്മാണ്ടങ്ങൾ എന്നിൽ നിന്ന് നേടിയതാണ്. നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നതെല്ലാം കാലന്റേതാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ കറങ്ങാൻ വന്നവരാണ്. അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാലന്റെ ഒരുപാട് കടങ്ങൾ നിങ്ങളിലുണ്ട്. എന്റെ യഥാർത്ഥ, അതായത് സച്ചമായിട്ടുള്ള നാമത്തിന്റെ ജപമില്ലാതെ അത് വീട്ടാൻ കഴിയില്ല. നിങ്ങൾ കടത്തിൽ നിന്ന് മോചിതരാകുന്നത് വരെ നിങ്ങൾക്ക് കാലബ്രഹ്മന്റെ ജയിലിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. ഇതിനായി നിങ്ങൾ ഭക്തി ചെയ്യണം. എന്നിൽ നിന്ന് നാമം, ഉപദേശം, അതായത് ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് എന്നോടൊപ്പം കൊണ്ടുപോകും. ഞങ്ങളിത് ചർച്ച ചെയ്യുന്നതിനിടയിൽ കാലബ്രം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൻ എന്നെ ക്രൂരമായി ആക്രമിച്ചു. എന്റെ നാമശക്തിയാൽ ഞാൻ അവനെ അബോധാവസ്ഥയിലാക്കി. പിന്നെ കുറച്ചു സമയത്തിന് ശേഷം ബോധം തിരിച്ചു കിട്ടി. അവൻ എന്റെ കാൽക്കൽ വീണ് കേഴാൻ തുടങ്ങി. നീ എന്നേക്കാൾ മൂത്തവനാണ്, എന്നോട് അല്പം കരുണ കാണിക്കൂ. നീ എന്തിനാണ് എന്റെ ലോകത്തേക്ക് വന്നതെന്ന് എന്നോട് പറയൂ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൻ രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 183. അപ്പോൾ ഞാൻ കാലപുരുഷനോട് പറഞ്ഞു, ചില ആത്മാക്കൾ അവരുടെ യഥാർത്ഥ ഭവനത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഭക്തി ചെയ്തുകൊണ്ട് സത്ലോകത്തിലേക്ക് പോകുവാൻ അവർ യഥാർത്ഥ ഭക്തിയുടെ പാത കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് ഭക്തി ചെയ്ത ശേഷവും അവർ ഈ ലോകത്തിൽ മാത്രം തുടരുന്നു. അവരെ യഥാർത്ഥ ഭക്തിയുടെ പാത നയിക്കാനും നീ കാലാണെന്നുള്ള രഹസ്യം വെളിപ്പെടുത്താനുമാണ് ഞാൻ വന്നത്. നിങ്ങൾ 100,000 മനുഷ്യരെ ഭക്ഷിക്കുകയും 1,400,000 മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദൈവമായി. നിങ്ങൾ ആരുടെ ഭക്തി ചെയ്യുന്നുവോ അവൻ ദൈവമല്ലെന്ന് ഞാൻ അവരോട് പറയും. അവൻ കാലാണ്. ഇത് കേട്ടപ്പോൾ കാലൻ പറഞ്ഞു, എല്ലാ ആത്മാക്കളും സത്ലോകിലേക്ക് മടങ്ങിപ്പോയാൽ പിന്നെ എന്റെ ഭക്ഷണത്തിന് എന്ത് സംഭവിക്കും? ഞാൻ പട്ടിണി കിടക്കും. 3 യുഗങ്ങളിലും കുറച്ച് ആത്മാക്കളെ മാത്രം എടുക്കണം. എന്റെ രഹസ്യം വെളിപ്പെടുത്തരുത് എന്നത് നിങ്ങളോട് എന്റെ അഭ്യർത്ഥനയാണ്. എല്ലാവരോടും ഞാൻ കാലനാണെന്നും ഞാൻ എല്ലാവരെയും ഭക്ഷിക്കുന്നു എന്നും പറയരുത്. കലിയുഗം വരുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര ആത്മാക്കളെ വേണമെങ്കിലും എടുക്കാം. കാലൻ എന്നിൽ നിന്ന് ഈ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു. ദൈവം കബീർ ധർമ്മദാസനോട് തുടർന്ന് പറഞ്ഞു, ഞാനും സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും വന്ന് നിരവധി ആത്മാക്കളെ സത്ലോകിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവന്റെ രഹസ്യം വെളിപ്പെടുത്തിയില്ല. ഇപ്പോൾ ഞാൻ കലിയുഗത്തിൽ വന്ന് കാലനുമായൊരു സംഭാഷണം നടത്തി. കാലബ്രം എന്നോട് പറഞ്ഞു, ഇനി എത്ര ശ്രമിച്ചാലും ഇപ്പോൾ ആരും കേൾക്കില്ല. ഒന്നാമതായി, ഭക്തി ചെയ്യാൻ യോഗ്യരായ ഒരു ജീവിയെയും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ബീഡി, സിഗരറ്റ് വലിക്കുക, മദ്യം കഴിക്കുക, മാംസം കഴിക്കുക തുടങ്ങിയ ദുശീലങ്ങൾ അവരിൽ സന്നിവേശിപ്പിച്ച് ഞാൻ അവരുടെ പെരുമാറ്റം നശിപ്പിച്ചു. ഞാൻ ജീവജാലങ്ങളെ പലതരത്തിലുള്ള ആരാധനാ രീതികളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതായി, നിങ്ങളുടെ അറിവ് പകർന്നു നൽകിയ ശേഷം നിങ്ങൾ നിങ്ങളുടെ ലോകത്തിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ കാലൻ എന്റെ ദൂതന്മാരെ അയക്കുകയും നിങ്ങളുടെ പരമ്പരയ്ക്ക്, സഭയ്ക്ക് സമാനമായ 12 പരമ്പര വിഭാഗങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഞാൻ ജീവജാലങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അവർ സത്ലോകിന്റെ മഹത്വം പാടും. നിങ്ങൾ നൽകിയ അറിവ് വിവരിക്കും. പക്ഷെ എന്റെ നാമം, എന്റെ മന്ത്രം ചൊല്ലും. അതിന്റെ ഫലമായി അവ എന്റെ ഭക്ഷണമായി മാറും. ഇത് കേട്ട കബീർ ദൈവം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വഴികൾ പരീക്ഷിക്കുക. സത്യമാർഗം, ആരാധന രീതി പറഞ്ഞു കൊടുത്തതിന് ശേഷമേ ഞാൻ തിരിച്ചു പോകൂ. എന്റെ അറിവ് കേൾക്കുന്ന അവൻ അല്ലെങ്കിൽ അവൾ ഒരിക്കലും നിങ്ങളെ തെറ്റിദ്ധരിക്കില്ല. സദ്ഗുരു ദൈവം കബീർ പറഞ്ഞു, ഹേ നിരഞ്ജൻ, ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു നിമിഷത്തിനുള്ളിൽ എനിക്ക് നിങ്ങളുടെ മുഴുവൻ കളിയും അവസാനിപ്പിക്കാം. എന്നാൽ ഇത് ചെയ്യുന്നതിലൂടെ ഞാൻ എന്റെ വാഗ്ദാനം ലംഘിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹംസകൾക്ക്, ആത്മാക്കൾക്ക് യഥാർത്ഥ അറിവ് നൽകുകയും അവർക്ക് നാമത്തിന്റെ ശക്തി നൽകുകയും ചെയ്യും. അവരെ സത്ലോകിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹം പറഞ്ഞു, कहो कबीर सुनो धर्मराया, हम शंखो हंसा पद परसाया, जिन लीन्हा हमरा प्रवाना, सो हंसा हम किए अमाना. പവിത്ര കബീർ സാഗറിൽ കാലന്റെ വ്യത്യസ്ത വഴികളെ കുറിച്ചുള്ള വിവരണം ജീവജാലങ്ങളെ ഒരു ഭ്രമണപഥത്തിൽ നിർത്തുകയും അവന്റെ വിശപ്പ് ശമിപ്പിക്കുകയും ചെയ്യുന്നു. द्वादश पंथ करूं मैं साजा, नाम तुम्हारा ले करूं आवाजा. द्वादश यम संसार पठो, नाम तुम्हारे पंथ चलहो. प्रथम दूत मम प्रगटे जाई, पीछे अंश तुम्हारा आई.
यही विधि जीवन को भ्रमाओ, पुरुष नाम जीवन समझाओ। द्वादश पंथ नाम जो लहे, सो हमरे मुख आन समय है। कहा तुम्हारा जीव नहीं माने, हमारी ओर हुए बात बखाने। मैं दड़ फंदा रची बनाई, जामे जीव रहे उलझाई। देवल देव पाषाण पूजाई, तीर्थ व्रत जप तप मन लाई। यज्ञ होम अरु ने मचारा, और अनेक फंद में डारा। जो ज्ञानी जाओ संसारा, जीव न माने कहा तुम्हारा। സദ്ഗുരു വചനം. ज्ञानी कहे सुनो अन्यायी, काटो फंद जीव ले जाई। जेतिक फंद तुम रचे विचारी, सत्य शब्द ते सबे बिंडारी। जौन जीव हम शब्द दंडावे, फंद तुम्हारा सकल मुकावे। चौका कर प्रवाना पाई, पुरुष नाम तिही देव चिन्हाई। ताके निकट काल नहीं आवे, संधि देखी ताखा सिर नावे। നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 184. പരമാത്മാവായ കബീർ പറഞ്ഞതുപോലെ പ്രബലമായതും യഥാർത്ഥ ഭക്തിയുടെ പാതയില്ലാത്തതുമായ വിവിധ വിഭാഗങ്ങൾ, പരമ്പരകൾ കാലനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് മുകളിൽ സൂചിപ്പിച്ച വിവരണത്തിൽ നിന്ന് വ്യക്തമാണ്. അതിനാൽ ഒരു ജ്ഞാനിയായൊരു മനുഷ്യൻ ആഴത്തിലുള്ള പരിഗണനയ്ക്ക് ശേഷം ഭക്തിയുടെ പാത സ്വീകരിക്കണം. കാരണം ഒരു മനുഷ്യജീവൻ അമൂല്യമാണ്, അത് വീണ്ടും വീണ്ടും ലഭിക്കില്ല. ദൈവം കബീർ പറയുന്നു, कबीर मानुष जन दुर्लभ है, मिले न बारंबार। तरुवर से पत्ता टूट गिरे, बहुर न लगता डारी। 3 യുഗങ്ങളിൽ കുറച്ച് ആത്മാക്കളെ സ്വീകരിക്കണമെന്ന് കബീർജിയിൽ നിന്ന് കാലൻ പ്രതിജ്ഞയെടുത്തു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ 46-ാം ചാപ്റ്ററിലെ സബ് ചാപ്റ്റർ 1. 3 യുഗങ്ങളിൽ കുറച്ച് ആത്മാക്കളെ സ്വീകരിക്കണമെന്ന് കബീർജിയിൽ നിന്ന് കാലൻ പ്രതിജ്ഞയെടുത്തു. വിശദവും പൂർണവുമായ വിവരണം. ചോദ്യം: കബീർജി എന്ന പേരിൽ പ്രചാരത്തിലുള്ള 12 പരമ്പരയിലെ യഥാർത്ഥ തലവൻ ആരാണ്? ആരാണ് 13ാം പരമ്പര ആരംഭിക്കുക? ഉത്തരം: കബീർ സാഗറിന്റെ പ്രതിഭയെ പോലെ സ്വാമി യുഗ്ലാനൻ ബിഹാരിജി കബീർജിയുടെ പവിത്ര ഗ്രന്ഥങ്ങളുടെ അവസ്ഥ കാലാകാലങ്ങളിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് മോശമായതിൽ ദുഃഖം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം: ജോഗ്ജിത് രൂപത്തിലുള്ള പരമോന്നത ദൈവം കബീറിന് കാലബ്രഹ്മവുമായി തർക്കമുണ്ടായി. ഇത് സ്വസംവേദ് ബോധ് പേജ് 117 മുതൽ 122 വരെയും അനുരാഗ് സാഗർ പേജ് 60 മുതൽ 67 വരെയുമുണ്ട്. പരമോന്നത ദൈവം കബീർജി തന്റെ മകൻ ജോഗ്ജിത്തിന്റെ വേഷത്തിൽ കാലന്റെ ആദ്യ ബ്രഹ്മാണ്ഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് 21ാം ബ്രഹ്മാണ്ഡവും. ഇവിടെയാണ് തപ്തശില നിർമ്മിച്ചിരിക്കുന്നത്. ജോഗ്ജിത്തുമായി കാലബ്രം വഴക്കിട്ടിരുന്നു. അപ്പോൾ കാലബ്രം നിസ്സഹായനായി ജോഗ്ജിത്തിന്റെ പാദങ്ങളിൽ പിടിച്ച് ക്ഷമ ചോദിക്കുകയും അവനിൽ നിന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. കുറച്ച് വാഗ്ദാനങ്ങൾ ചോദിച്ചു. 1. 3 യുഗങ്ങളിൽ, സത്യയുഗം, തേത്രായുഗ്, ദ്വാപരയുഗ്, ഈ 3 യുഗങ്ങളിൽ ഏതാനും ജീവജാലങ്ങളെ മാത്രം മോചിപ്പിക്കുക. 2. ദയവായി എന്റെ ലോകത്തിൽ നിന്ന് ജീവജാലങ്ങളെ ബലമായി എടുക്കരുത്. 3. നിങ്ങളുടെ അറിവ് വിശദീകരിക്കാം. നിങ്ങളുടെ അറിവ് സ്വീകരിക്കുന്നവൻ നിങ്ങളുടേതായിരിക്കും. എന്റെ അറിവ് സ്വീകരിക്കുന്നവൻ എന്റേതുമായിരിക്കും. 4. കലിയുഗത്തിൽ ആദ്യം എന്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെടണം, പിന്നീട് നിങ്ങളുടെ ദൂതൻ പോകണം. 5. ദയവായി തേത്രായുഗിൽ സമുദ്രത്തിനു മേൽ പാലം പണിയുക. ആ സമയത്ത് എന്റെ മകൻ വിഷ്ണു രാമചന്ദ്ര രൂപത്തിൽ ലങ്കാ രാജാവായ രാവണനുമായി യുദ്ധം ചെയ്യും. സമുദ്രം അവന് വഴിമാറുകയില്ല. 6. ദ്വാപര യുഗത്തിൽ ഞാൻ എന്റെ അവതാരം, അതായത് കൃഷ്ണ ശരീരം ഉപേക്ഷിച്ചു പോകും. എന്റെ ഉത്തരവനുസരിച്ച് ഇന്ദ്രധമൻ രാജാവ് എന്റെ പേരിൽ, ജഗന്നാഥൻ എന്ന പേരിൽ, ഒരു സമുദ്ര തീരത്ത് ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹിക്കും. സമുദ്രം അവന് തടസ്സം സൃഷ്ടിക്കും. താങ്കൾക്ക് ആ ക്ഷേത്രം സംരക്ഷിക്കാം. പരമോന്നത ദൈവം എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുകയും അവ നിറവേറ്റുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 185. അപ്പോൾ കാലബ്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ജോഗ്ജിത്, നിനക്ക് ഈ ലോകത്തിലേക്ക് പോകാം. കലിയുഗം വരുമ്പോൾ ഞാൻ എന്റെ 12 ദൂതന്മാരെ, അതായത് 12 വ്യാജ സദ്ഗുരുമാരെ ലോകത്തിലേക്ക് അയക്കും. അപ്പോഴേക്കും കലിയുഗത്തിന്റെ 5505 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും. എന്റെ സന്ദേശവാഹകർ മുഖേന നിങ്ങളുടെ, അതായത് കബീർജിയുടെ പേരിൽ 12 കബീർ പന്തുകൾ ആരംഭിക്കുക. ജോഗ്ജിത്തിന്റെ വേഷത്തിൽ വന്ന കബീർജി
കാലബ്രഹ്മനോട് പറഞ്ഞു, കലിയുഗത്തിൽ എന്റെ നാമം കബീർ എന്നായിരിക്കും. ഞാൻ കബീർ എന്ന പേരിൽ ഒരു പരമ്പര തുടങ്ങും. അതിനാൽ കബീർ എന്ന പേരിൽ നിങ്ങൾ ഒരു പരമ്പര ആരംഭിക്കുകയാണെങ്കിൽ ഞാൻ, അതായത് കാലൻ, കബീർ എന്ന പേരിൽ 12 പന്തുകൾ ആരംഭിക്കും എന്ന് കാൽ ജ്യോതി നിരഞ്ജൻ പറഞ്ഞിരുന്നു. എല്ലാ മനുഷ്യരെയും തെറ്റിദ്ധരിപ്പിച്ച് അവരെ ഞാൻ എന്റെ വലയിൽ കൊടുക്കും. ഇവരെ കൂടാതെ സത്ലോക്, സച്ഖണ്ഡ് എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്ന മറ്റ് പല പന്തുകളും വിഭാഗങ്ങളും ഞാൻ ആരംഭിക്കും. പക്ഷെ അവർക്ക് യഥാർത്ഥ ആരാധനാ രീതി ഉണ്ടാകില്ല. തൽഫലമായി സത്ലോകിലേക്ക് പോകാമെന്ന പ്രതീക്ഷയിൽ തെറ്റായ മന്ത്രങ്ങൾ ഉരുവിട്ട് മനുഷ്യർ എന്റെ കെണിയിൽ തുടരും. നിങ്ങളുടെ യഥാർത്ഥ കബീർ പന്ത് എപ്പോഴാണ് കലിയുഗിൽ തുടങ്ങുക എന്ന് കാലബ്രം ചോദിച്ചിരുന്നു. കബീർജി പ്രസ്താവിച്ചിരുന്നു, 5505 വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഞാൻ എന്റെ യഥാർത്ഥ 13ാം കബീർ പന്ത് ആരംഭിക്കും. കാലൻ പറഞ്ഞു, അതിനു മുൻപ് പവിത്ര ഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമായ അറിവ് നൽകി എല്ലാവരെയും വ്യാജമന്ത്രങ്ങളും തെറ്റായ ആരാധനാ രീതികളും ശീലമാക്കും. ഭൂമിയിലെ എല്ലാവരെയും പവിത്ര ഗ്രന്ഥങ്ങളുടെ കൽപ്പനകൾ ഉപേക്ഷിച്ച് ഏകപക്ഷീയമായ ആരാധന നടത്തും. നിങ്ങളുടെ 13ാം അവതാരം വന്ന് യഥാർത്ഥ കബീർ പന്ത് ആരംഭിക്കും. ആരും അവന് വിശ്വസിക്കില്ല. പകരം ആളുകൾ അവനുമായി വഴക്കിടും. കലിയുഗത്തിന്റെ 5505 വർഷം കഴിയുമ്പോൾ, അതായത് 1997 വിദ്യാഭ്യാസ വിപ്ലവം വരുമെന്ന് കബീർജിക്ക് അറിയാമായിരുന്നു. എല്ലാ മനുഷ്യരെയും സാക്ഷരരാക്കും. ആ സമയത്ത് എന്റെ ദാസ് എല്ലാ മതഗ്രന്ഥങ്ങളും ശരിയായി മനസ്സിലാക്കി അവ മനുഷ്യ സമൂഹത്തിന് കാണിച്ചു കൊടുക്കും. എല്ലാ തെളിവുകളും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാൽ വിദ്യാസമ്പന്നരായ മനുഷ്യ സമൂഹം സത്യം മനസ്സിലാക്കി ഉടൻ തന്നെ എന്റെ 13ാം പന്തിൽ ദീക്ഷ സ്വീകരിക്കും. ആരാധനാ രീതിയും യഥാർത്ഥ ആത്മീയ അറിവും പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ച് ലോകം മുഴുവൻ ഭക്തി ചെയ്യും. ഞാൻ നൽകിയത് ആ സമയത്ത് വീണ്ടും സത്യയുഗത്തിലേതുപോലുള്ള അന്തരീക്ഷമുണ്ടാകും. പരസ്പര വിദ്വേഷം ഉണ്ടാകില്ല. ആരും മോഷണമോ വ്യഭിചാരമോ കൊള്ളയോ വഞ്ചനയോ ചെയ്യില്ല. ആരും സമ്പത്ത് സമ്പാദിക്കില്ല. ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. അതുപോലെ അക്കാലത്ത് അമിതമായ സമ്പത്തും വൻകിട ബിസിനസ്സുകളും വലിയ മാളികകളും ഉള്ളവനെ മഹാനായി കണക്കാക്കും. എന്നാൽ 13ാം പന്ത് ആരംഭിച്ചതിന് ശേഷം അവരെ വിഡ്ഢികളായി ലോകം കണക്കാക്കും. ഭക്തി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നവർ സാധാരണ വീടുകളിൽ ശ്രേഷ്ഠരും മാന്യരുമായി കണക്കാക്കും. തെളിവുകൾക്ക് പവിത്ര കബീർ സാഗറിന്റെ ഭിന്ന ഭിന്ന അധ്യായങ്ങളിൽ നിന്നുള്ള അമൃതവാണികൾ. കബീർജിയും ജ്യോതി നിരഞ്ജനും തമ്മിലുള്ള സംഭാഷണം. പേജ് 62 നിന്നുള്ള അനുരാഗ് സാഗറിന്റെ വാണി. ധർമ്മറായയുടെ, അതായത് ജ്യോതി നിരഞ്ജന്റെ പ്രസ്താവന. धर्मराय अस्विंती ठानी, मैं सेवक द्वितीया न जानी, ज्ञानी बिनती एक हमारा, सो न करहु जैसे हो मोर बिगाड़ा, पुरुष दीन है जस मोखा राजू, तुम भी देहु तो होवे मम काजू, अब नए वचन तुम्हारो मानी, लीजो हंसा हम सो ज्ञानी. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൻ രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 186, പേജ് 63 നിന്നുള്ള അനുരാഗ് സാഗറിന്റെ വാണി. दयावंत तुम साहेब दाता, ऐतिक कपा करो हो दाता, पुरुष शौप मोखा दीन्हा, लख जीव नित ग्रासन कीन्हा. പേജ് 64 നിന്നുള്ള അനുരാഗ് സാഗറിന്റെ വാണി. जो जीव सकल लोकता वावे, कैसे क्षुधा मोर मिटावे, जैसे पुरुष कंपा मोपे कीन्हा, भौसागर का राज मोहे दीन्हा, तुम भी कपा मोपर करहु, जो मांगे सो मोहे देहो बरहु, सतयुग त्रेता द्वापर मांगी, तीनों युग जीव थोड़े जाही, चौथा युग जब कलयुग आवे, तब तव क्षण जीव बहु जावे. പേജ് 65 നിന്ന് അനുരാഗ് സാഗറിന്റെ വാണി. വരി നമ്പറിൽ നിന്നുള്ള വാണി 3 മുകളിൽ നിന്ന്. प्रथम दूत मम प्रकटे जाई, पीछे अंश तुम्हारा आई. പേജ് 64 നിന്ന് അനുരാഗ് സാഗറിന്റെ വാണി. വരി നമ്പറിൽ നിന്നുള്ള വാണി 6. ऐसा वचन हरि मोहे दीजे, तब संसार गवन तव कीजे. ജോഗ്ജിത്തിന്റെ പ്രസ്താവന, അതായത് ജ്ഞാനിയുടെ പ്രസ്താവന. പേജ് 64 നിന്ന് അനുരാഗ് സാഗറിന്റെ വാണി. വരി നമ്പറിൽ നിന്നുള്ള വാണി 7 മുകളിൽ നിന്ന്. अरे काल तुम परपंच पसारा, तीनों युग जीवन दुख डारा, बीनती तोरी लीन में जानी, मोका ठगा काल अभिमानी, जस बीनती तू मोसन कीन्ही, सो अब बख्स तो है दीन ही, चौथा युग जब कलयुग आवे,
तब हम अपना अंश पठावे. ധർമ്മറായുടെ കാലിന്റെ പ്രസ്താവന. പേജ് 64 നിന്ന് അനുരാഗ് സാഗറിന്റെ വാണി. വരി നമ്പറിൽ നിന്നുള്ള വാണി. 17 മുകളിൽ നിന്ന്. हे साहिब तुम पंथ चलाओ, जीव उबार लोक ले जाओ. പേജ് 66 നിന്ന് അനുരാഗ് സാഗറിന്റെ വാണി. വരി നമ്പറിൽ നിന്നുള്ള വാണി. 8, 9, 16 മുതൽ 21 വരെ മുകളിൽ നിന്ന്. संधि छाप सार शब्द मोहे दिजे ज्ञानी, जैसे देवोंगे हंस सहदानी. जो जन मोकु संधि सार शब्द बतावे, ताके निकट काल नहीं आवे. कहे धर्मराय जाओ संसारा, आनहु जीव नाम आधारा. जो हंसा तुम्हारे गुण गावे, ताही निकट हम नहीं जावे. जो कोई लहे शरण तुम्हारी, मम सिर पग दे होवे पारी. हम तो तुम संग कीन्ह रिठाई, तात जान किन्ही लड़काई. कोटिन अवगुण बालक करही, पिता एक चित नहीं धरही. जो पिता बालक कून दह निकारी, तब को रक्षा करे हमारी. सारनाम देखो जेही साथा, ताही हंस में नीवाऊ माथा. ജ്ഞാനിയുടെ കബീറിന്റെ പ്രസ്താവന. അനുരാഗ് സാഗറിന്റെ പേജ് 66. जो तो ही देहु संधि बताई, तो तू जीवन को है हो दुखदाई. तुम परपंच जान हम पावा, काल चले नहीं तुम्हारा दावा. धर्मराय तो ही प्रकट भाखा, गुप्त अंक बीरा हम राखा. जो कोई ले नाम हमारा, ताही छोड़ तुम हो जाना नियारा. जो तुम मोर हंस को रोको भाई, तो तुम काल रहन नहीं पाई. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ് ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 187. ധർമ്മറായയുടെ കാൽ നിരഞ്ജന്റെ പ്രസ്താവന. പേജ് 62, 63 എന്നിവയിൽ നിന്നുള്ള അനുരാഗ് സാഗറിന്റെ വാണി. बेसक जाओ ज्ञानी संसारा, जीव ना माने कहा तुम्हारा. कहा तुम्हारा जीव ना माने, हमरी और हुए बात बखाने. दने फंदा में रचा बनाई, जामे सकल जीव उर्झाई. वेद शास्त्र समर्ति गुणगाना, पुत्र मेरे तीन प्रधाना. तीनों बहु बाजी रची राखा, हमरी महिमा ज्ञान मुख भाखा. देवल देव पाषाण पुजाई, तीर्थ व्रत जप तप मन लाई. पूजा विश्व देव आराधी, यह मति जीवों को राखा बांधी. जग यज्ञ होम और नेम आचारा, और अनेक फंद में डारा. ജ്ഞാനിയുടെ കബീറിന്റെ പ്രസ്താവന. हमने कहा सुनो अन्यायी, काटो फंद जीव ले जाई. जेते फंद तुम रचे विचारी, सत्य शब्द ते सबे विडारी. जौन जीव हम शब्द दंडावे, फंद तुम्हारा सकल मुक्तावे. जब ही जीव चिन्ही ज्ञान हमारा, तजही भ्रम सब तोर पसारा. सत्य नाम जीवन समझावे, हंस उभार लोक ले जावे. पुरुष सुमिरन सार बीरा, नाम अविचल जनावहु. शीश तुम्हारे पाव देके, हंस लोक पठावहु. ताके निकट काल नहीं आवे, संधि देख ताको सिर नावे. സന്ധി, അതായത് സത്യനാമം പ്ലസ് സാർനാമം ഇസ് ഈക്വൽ ടു സന്ധി. ധർമ്മറായയുടെ കാലിന്റെ പ്രസ്താവന. पंथ एक तुम आप चलो, जीवन को सतलोक ले जाओ. द्वादश पंथ करूं मैं साजा, नाम तुम्हारा ले करो आवाजा. द्वादश यम संसार पठाओ, नाम कबीर ले पंथ चलाओ. प्रथम दूत मेरे प्रगटे जाई, पीछे अंश तुम्हारा आई. यही विधि जीवन को भ्रमाओ, आपन नाम पुरुष का बताओ. द्वादश पंथ नाम जो लही, हमरे मुख में आन समय ही. വിവർത്തനം. വാണി നമ്പർ 1 മുതൽ 54 വരെയായി മുകളിൽ ചെയ്തു. ജ്ഞാനിയുടെ കബീറിന്റെ പ്രസ്താവന ചൗപ്പെ, അതായത് 4 വരി കവിത. അധ്യായം സ്വസംവേദ് ബോധ്, പേജ് 121. अरे काल परपंच पसारा, तीनों युग जीवन दुख आधारा. बीनती तोरी लीन में मानी, मोखा ठगे काल अभिमानी. चौथा युग जब कलयुग आई, तब हम अपना अंश पठाई.
काल फंद छोटे नर लोई, सकल संष्टि परवानिक दीक्षित हुई। घर घर देखो बोध ज्ञान विचारा चर्चा, सत्य नाम सब थोर उचारा, 5505 तब यह वचन होएगा साचा, कलयुग बीत जाए जब रहता, सब जीव परम पुरुष पद चेता। അർത്ഥം സംഭാഷണം നമ്പർ 55 മുതൽ 61 വരെ. പരമോന്നത ദൈവം കബീർജി ഇപ്രകാരം പ്രസ്താവിച്ചു: ഓ കാൽ, നിങ്ങളൊരു വലിയ മിഥ്യ സൃഷ്ടിച്ചു. 3 യുഗങ്ങളിലും, സത്യയുഗം, തേത്രായുഗം, ദ്വാപര യുഗങ്ങളിലും ജീവജാലങ്ങൾക്ക് അങ്ങേയറ്റം ക്രൂരതകൾ ചെയ്യും. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ എന്നോട് ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. ഞാനത് സ്വീകരിച്ചു. നിങ്ങൾ എന്നെ ചതിച്ചു. എന്നാൽ 4ാമത്തെ യുഗമായ കലിയുഗം വരുമ്പോൾ ഞാൻ എന്റെ അംശ അയക്കും, അതായത് എന്റെ പ്രീതിക്ക് പാത്രമായ ഒരു ആത്മാവിനെ ഞാൻ അയക്കും. ഓ കാൽ, സത്യനാമവും അതായത് യഥാർത്ഥ മന്ത്രവും സത്യമായ അറിവും ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ കെണികളും, അതായത് തെറ്റായ അറിവും അജ്ഞതയെ അടിസ്ഥാനമാക്കിയുള്ള ആരാധനാ രീതിയും വിശുദ്ധൻ ഇല്ലാതാക്കും. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 188. ആ സമയത്ത് എന്റെ വിശുദ്ധനിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ലോകം മുഴുവൻ ദീക്ഷ സ്വീകരിക്കും. ആ സമയം വരുന്നത് വരെ, അതായത് 5505 വർഷം കലിയുഗം കടന്നു പോകുന്നത് വരെ സത്യനാമം, മൂൽ നാം, സാർ ശബ്ദം, മൂലജ്ഞാനം അതായത് തത്വജ്ഞാനം ഇസീക്കൽ ടു യഥാർത്ഥ ആത്മീയ അറിവ് എന്നിവ വെളിപ്പെടുത്തേണ്ടതില്ല. എന്നാൽ കലിയുഗത്തിന്റെ 5505 വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാ വീട്ടിലും എന്റെ അറിവ് അമിതമായി ചർച്ച ചെയ്യപ്പെടും. എല്ലാ തുടക്കക്കാർക്കും സത്യനാമവും സാർ ശബ്ദവും നൽകും. ഞാൻ നടത്തുന്ന ഈ പ്രസ്താവന കലിയുഗത്തിന്റെ 5505 വർഷം പൂർത്തിയാകുമ്പോൾ എന്റെ ഈ വാക്കുകൾ സത്യമാണെന്ന് തെളിയും. കലിയുഗത്തിന്റെ ഈ അനേകം വർഷങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാ മനുഷ്യരും പരമപുരുഷന്റെ പരമോന്നത സ്ഥലത്തെക്കുറിച്ച് ബോധവാന്മാരാകും. അതായത് സത്യപുരുഷനെ, നിത്യദൈവത്തെക്കുറിച്ച് ഗീത അധ്യായം 15 ശ്ലോകം 4 പരാമർശിച്ചിരിക്കുന്നു. ഒരു തത്വദർശി സന്യാസിയെ കണ്ടെത്തിയതിനു ശേഷം ആരാധകർ ഒരിക്കലും ലോകത്തിലേക്ക് മടങ്ങി വരില്ല. ലോകസമാനമായ വൃക്ഷം ഉത്ഭവിച്ച പരമാത്മാവ്, അതായത് പ്രകൃതിയെ സൃഷ്ടിച്ച പരമാത്മാവ്, ആ പരമദേവനെ ആരാധിക്കുന്നു. മേൽ പറഞ്ഞ വാണിയുടെ അർത്ഥം ആ സമയത്ത് ആ പരമാത്മാവിന്റെ സ്ഥാനത്തെക്കുറിച്ച്, സത്യലോകത്തെക്കുറിച്ച് എല്ലാവരും പൂർണ്ണമായി ബോധവാന്മാരാകുമെന്നതാണ്. സ്വസംവേദ് ബോധ് പേജ് 170. അദം സ്വസംവേദ് की स्फुटार्ता चौपाई 4 वरी कविता. 1,80,000 पीर पैगंबर और अवतारा, सो सबाही निरंजन वंशा, तन धरित्री करे निज पिता प्रशंसा, 10 अवतार निरंजन के रे, राम कृष्ण सब मांगी बड़े रे, इनसे बड़ा ज्योति निरंजन सोई, या में फेर बदल नहीं कोई. അർത്ഥം പരമോന്നത ദൈവം കബീർജി പറഞ്ഞു: എല്ലാം ബാബ ആദം മുതൽ പ്രവാചകൻ വരെയുള്ള 1,80,000 പ്രവാചകന്മാർ, മുഹമ്മദും ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന 10 അവതാരങ്ങളും കാലനയച്ചു. ഈ 10 അവതാരങ്ങളിൽ പ്രധാനം രാമനും കൃഷ്ണനും. ഇവയെല്ലാം കാലനെ മഹത്വവൽക്കരിച്ചും ജീവിച്ചിരിക്കുന്നവരെയെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുമാണ് ജീവികൾ കാലന്റെ ആരാധനാരീതി ഏകീകരിച്ചു. നിരഞ്ജൻ കാൽ, അതായത് ബ്രഹ്മാണ് അവരുടെ മുഖ്യൻ. സ്വസംവേദ് ബോധ് പേജ് 171 1515. സത്യ കബീർ വാണികൾ. വാണികൾ 5,505 जब कलयुग बीत जाए, महापुरुष फरमान तब जग तारन कोण आए, हिंदू तुर्क आदि सब जेते जीव जहान, सत्य नाम की साख गही पावे पद निर्वाण, यथा सरितगण आप ही मिले सिंधु में धाय, सत्य सुकत के मध्य तिमी सब ही पंथ समाये, जब लग पूर्ण हुए नहीं ठीक का तिथि बार, कपट चातुरी तब ही लो स्वसम वेद निर्धार, सभी नारी नर शुद्ध तब जब ठीक का दिन आवंत, कपट चातुरी छोड़ी के शरण कबीर गहंत, एक अनेक है गए पुनः अनेक हो एक, हंस चले सतलोक सब सत्य नाम की टेक, घर घर बोध विचार हो दुर्मति दूर बहाय, कलयुग में सब एक होई बरते सहज सुभाए, कहाँ उग्र कहाँ शुद्र हो हरे सबकी भव पीर पीर, सो समान समदंष्टि है समर्थ सत्य कबीर,
അർത്ഥം: പരമോന്നത ദൈവം കബീർജി പറഞ്ഞു, ഹേ ധർമ്മദാസ്, ജ്യോതി നിരഞ്ജനോടും അതായത് കാലബ്രഹ്മത്തോടും ഞാനിത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 189. സ്വസംവേദ് ബോധ് വാണിയുടെ വിവർത്തനം 66 മുതൽ 74 വരെ. കലിയുഗത്തിന്റെ 5505 വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ലോകത്തെ മോചിപ്പിക്കാൻ ഒരു മഹാനായ മനുഷ്യൻ വരും. അപ്പോഴേക്കും ഏത് വിഭാഗങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാകും, അതായത് പന്തുകൾ രൂപപ്പെട്ടിട്ടുണ്ടാകും. ഉദാഹരണം: ഹിന്ദു, മുസ്ലിം തുടങ്ങി ലോകത്തിൽ ഏത് ജീവജാലങ്ങൾ ഉണ്ടായാലും അവ മനുഷ്യ ശരീരം നേടി ആ മഹാപുരുഷനിൽ നിന്ന് സത്യനാമം സ്വീകരിക്കുകയും സത്യനാമത്തിന്റെ ശക്തിയാൽ മോക്ഷം നേടുകയും ചെയ്യും. വിവിധ നദികൾ സ്വതന്ത്രമായി ഒഴുകുമ്പോൾ യാന്ത്രികമായി സമുദ്രത്തിൽ പതിക്കുന്നത് പോലെ ആ മഹാൻ ആരംഭിച്ച സത്യ കബീർ പന്ത്, യഥാർത്ഥ കബീർ പന്ത്, ആ 13ാം പന്തിൽ മറ്റെല്ലാ പന്തുകളും വിഭാഗങ്ങളും യാന്ത്രികമായി വേഗത്തിൽ ലയിക്കും. അവരെ തടയാൻ ആർക്കും കഴിയില്ല. ഈ രീതിയിൽ എല്ലാ പന്തുകളും വേഗത്തിൽ ആ 13ാം പന്തിൽ ലയിക്കും. ഒന്ന് പന്ത് രൂപീകരിക്കും. എന്നാൽ ഭക്തികാലം വരുന്നതുവരെ, അതായത് കലിയുഗത്തിന്റെ 5505 വർഷം പൂർത്തിയാകും വരെ, അതുവരെ ഞാൻ പറയുന്നതും നിങ്ങൾ എഴുതുന്നതുമായ സ്വസംവേദത്തെക്കുറിച്ചുള്ള ഈ അറിവ് അടിസ്ഥാനരഹിതമായി തോന്നും. മുൻകൂട്ടി നിശ്ചയിച്ച ആ സമയം വരുമ്പോൾ ആ സമയത്ത് സ്ത്രീ പുരുഷന്മാർ ശ്രേഷ്ഠമായ ചിന്തകളും സദ്ഗുണങ്ങളും സമ്പാദിച്ച് വഞ്ചനയും നിഷ്ഫലമായ കൗശലവും ഉപേക്ഷിച്ച് എന്നിൽ കബീർജിയിൽ അഭയം പ്രാപിക്കും. ദൈവത്തിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മനുഷ്യരാശി എന്ന ഒരു മതത്തിൽ നിന്ന് നിരവധി പന്തുകൾ, മതസമൂഹങ്ങൾ രൂപീകരിച്ചു. ഇവയെല്ലാം വീണ്ടും ഒന്നായി മാറും. സത്യനാമത്തിന്റെ ശക്തിയാൽ എല്ലാ ഹൻസുകളും അധർമ്മങ്ങളിൽ നിന്ന് മുക്തരായ ഭക്തർ സത്ലോകിലേക്ക് പോകും. എന്റെ ആത്മീയ അറിവിന്റെ ചർച്ച എല്ലാ വീട്ടിലും നടക്കും. അതിന്റെ ഫലമായി എല്ലാവരുടെയും അജ്ഞത നീങ്ങും. കലിയുഗത്തിൽ വീണ്ടും ഒന്നായ ശേഷം എല്ലാവർക്കും ഒരു സാധാരണ പെരുമാറ്റം ഉണ്ടാകും. അതായത് ആളുകൾ അവരുടെ ജീവിതം സമാധാനപരമായി നയിക്കും. ഉഗ്രൻ, അതായത് കൊള്ളക്കാരൻ, കശാപ്പുകാരൻ അല്ലെങ്കിൽ ശൂദ്രൻ, അതായത് മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന നികൃഷ്ട വ്യക്തി, ദൈവം, അതായത് ഭാവപീർ ചെയ്യുന്ന എല്ലാവരുടെയും ഐഹിക ക്ലേശങ്ങൾ നീക്കം ചെയ്യും. യഥാർത്ഥ ഭക്തി എല്ലാവരുടെയും ലൗകിക കഷ്ടപ്പാടുകൾ യഥാർത്ഥ ആരാധന വഴി ഇല്ലാതാക്കും. ആ 13ാം പന്തിന്റെ സ്ഥാപകൻ എല്ലാവരെയും ഒരുപോലെ നോക്കും. അതായത് താഴ്ന്നതും ഉയർന്നതുമായ ആളുകൾക്കിടയിൽ വിവേചനം കാണിക്കില്ല. അവൻ തന്നെയായിരിക്കും സമ്രത് സത്യ കബീർ, സർവശക്തനായ സത്യ നിത്യ കബീർ. അംസൻ മുജെ ജാൻമേടെ ഹി സ്വരൂപം. എന്റെ വിശുദ്ധനെ എന്റെ രൂപമായി മാത്രം കണക്കാക്കുക. ചോദ്യം: ആ 13ാം പന്ത് പരമ്പര ഏതാണ്? അതിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം: ആ 13ാം പന്ത് പരമ്പര യഥാർത്ഥ സത് കബീർ പന്താണ്. അതിന്റെ സ്ഥാപകൻ പരമോന്നത ദൈവം കബീർജി തന്നെയാണ്. നിലവിൽ സ്വാമി രാംദേവാനന്ദ് ജി മഹാരാജന്റെ മകൻ, ശിഷ്യൻ രാംപാൽ ദാസ് അടിമയാണ് ഇതിന്റെ നടത്തിപ്പുകാരൻ. ആത്മീയ വീക്ഷണത്തിൽ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന പിതാവായി ഗുരു കണക്കാക്കപ്പെടുന്നു. തെളിവ്: സന്ത് ധർമ്മദാസ് ജിയുടെ കുടുംബ പരമ്പരയിലെ മഹാന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭക്തർ അജ്ഞത നിമിത്തം ധർമ്മദാസിന്റെ വംശത്തിലെ ആളുകളെ 13ാം പന്തിലും അതിന്റെ നടത്തിപ്പുകാരുമാണെന്ന് തെളിയിക്കാൻ തെറ്റായി ശ്രമിച്ചു. ആരെങ്കിലും ആനയുടെ തുണി കാളയുടെ മേലിടാൻ ശ്രമിച്ചാൽ, നോക്കൂ, ഈ തുണി ആനയുടേതാണ്, ഇത് കാളയുടെ തുണിയല്ലെന്ന് ബുദ്ധിമാന്മാർ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. കാളയേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള മൃഗത്തിന്റേതാണ്, ഇത് ഏത് മൃഗത്തിന്റേതാണെന്ന് അവർക്ക് പറയാൻ കഴിയില്ലെങ്കിലും. ഉദാഹരണം: ഇത് കബീർ സാഗർ അധ്യായമായ കബീർ ചരിത്രബോധ് പേജ് 1834 1835 എഴുതിയിരിക്കുന്നു.